So let's welcome Manyumal boys. Alright. So ആദ്യം നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പേരും നിങ്ങളുടെ ക്യാരക്ടറുടെ പേര് പറയണം. Okay? So one by one. എൻ്റെ പേര് സിജു ഡേവിഡ്. കുട്ടേട്ടൻ എന്നാലും വിളിക്കുന്നത്. സൗബിനാണ് എൻ്റെ ക്യാരക്ടർ ചെയ്തത്. എൻ്റെ പേര് ജിൻസൺ. വിഷ്ണു രഘുവാണ് ഇതിൽ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. എൻ്റെ പേര് സിക്സൻ. ബാലു ആണ് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. എൻ്റെ പേര് കൃഷ്ണകുമാർ. ഗണപതിയാണ് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. എൻ്റെ പേര് സിജു. ജീലാലാണ് എൻ്റെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. എൻ്റെ പേര് സുധീഷ്. ദീപക്കാണ് എൻ്റെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. എൻ്റെ പേര് പ്രസാദ്. ഞാനായിരുന്നു ഇവരുടെ സാരഥി. എൻ്റെ ക്യാരക്ടർ ചെയ്തേക്കുന്നത് ഖാലിദ് റഹ്മാനാണ്. എൻ്റെ പേര് സുജിത്ത്. ഫിലിമിൽ ചെയ്തിരിക്കുന്നത് അരുൺ കുര്യനാണ്. എൻ്റെ പേര് സുഭാഷ്. എൻ്റെ ക്യാരക്ടർ ചെയ്തേക്കുന്നത് സൂപ്പർ ഹീറോ ശ്രീനാഥ് ബാസിയാണ്. രണ്ടുപേര് വന്നിട്ടില്ല. ഒന്ന് അനിൽ ജോസഫ്. അനിൽ ജോസഫിൻ്റെ ക്യാരക്ടർ ചെയ്തത് അഭിറാം രാധാകൃഷ്ണനാണ്. പിന്നെ അഭിലാഷിൻ്റെ ക്യാരക്ടർ ചെയ്യുന്നത് ചന്തുവാണ്. ഇങ്ങനെ രണ്ടുപേരും ഇവിടെ മിസ്സിംഗ് ആണ്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലേ? ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. വളരെ ഒരു സീരിയസ് നോട്ടിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആയിരുന്നു അല്ലേ ഫ്രണ്ട്സിനും? പിന്നെ അത് നിങ്ങൾക്കായാലും ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആയിരുന്നു അത് ലൈഫിൽ. തീർച്ചയായിട്ടും. അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷനിൽ യങ് ആൾക്കാർ എപ്പോഴും ലൈഫിൽ ഫ്രണ്ട്ഷിപ്പിന് ചിലപ്പോൾ അധികം വാല്യൂ കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ പെട്ടെന്ന് ഇപ്പോൾ ഒരു സംഭവം നടന്നില്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ അവർ കണ്ടെത്തുന്നില്ല. അപ്പോൾ അവർക്കുള്ളൊരു മെസ്സേജ് പേഴ്സണലി എന്തായിരിക്കും? നമ്മളെ സുഹൃത്തുക്കളെ കണ്ടെത്തുന്നതല്ല, സുഹൃത്തുക്കളായി മാറുന്നതാണ് എല്ലാവരും തമ്മിൽ. പിന്നെ ചില ആൾക്കാർ ചില ഉദ്ദേശശുദ്ധിയോടുകൂടി കൂട്ടുകൂടുന്ന ആൾക്കാരുണ്ടാവും. നമ്മ ബ്രെയിൻ വെച്ച് കൂട്ടുകൂടരുത്, ഹാർട്ട് വെച്ചാണ് നമ്മൾ കൂട്ടുകൂടേണ്ടത്. അതാണ് ഇന്നത്തെ തലമുറയോട് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഓൾറൈറ്റ്. പിന്നെ ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി സോഷ്യൽ മീഡിയയിലും ഏത് പ്ലാറ്റ്ഫോം എടുത്ത് നോക്കിയാലും ഡിപ്രഷൻ, മെൻ്റൽ ഹെൽത്ത്, ചെറിയ ചെറിയ കാര്യത്തിന് വരെ ആൾക്കാർ ഭയങ്കര സെൻസിറ്റീവ് ആവുന്നുണ്ട്. ബട്ട് നിങ്ങളുടെ ഒരു ലൈഫ് നോക്കുമ്പോൾ കുറേ ഒരു ഡാർക്ക്നെസ് ഗോ ത്രൂ ചെയ്തിട്ടുണ്ട് ആ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞിട്ട്. അപ്പോൾ എങ്ങനെയാണ് ലൈഫിൽ ആ സ്ട്രെങ്ത് കൊണ്ടുവന്നത്? അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ കൂടെ നിൽക്കാൻ നമ്മുടെ കൂട്ടുകാരുണ്ടല്ലോ, അവർക്കറിയാലോ നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേജ് വന്നതെന്ന്. അവർ നമ്മുടെ ഒപ്പം കട്ടക്ക് പുല്ലികൾ പോലെ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു. അതാണ് നമ്മുടെ സ്ട്രെങ്ത്. അങ്ങനെയുള്ള കൂട്ടുകാരെല്ലാവർക്കും ഉണ്ടാവട്ടെ. അതന്നെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു മൂവിയിൽ ഒരു ലൈക്ക് റെയിൻ വാട്ടറുടെ ഭയങ്കര വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ? അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഒന്ന് പറയാൻ പറ്റുമോ? അത് നമുക്കത് അന്ന് അതറിയില്ല, റെയിൻ വാട്ടറിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് അതിലേക്ക് വന്നത്. ഇപ്പോൾ നേരത്തെ സിജു പറഞ്ഞ പോലെ തന്നെ അതൊരു ദൈവാനുഗ്രഹമായിരിക്കും അന്ന് ആ സമയത്ത് മഴ പെയ്തത്. കാരണം ഇപ്പോൾ ആ ഫിലിമിൽ കണ്ടാൽ അറിയാം, അതിൽ പറയുന്നുണ്ട് സുഭാഷ് ഒരു 120 ഫീറ്റ് താഴത്തേക്കാണ് വീണിരിക്കുന്നത്. അപ്പോൾ അതിൽ അത്രയും താഴ്ചയിലേക്ക് ഓക്സിജൻ ലെവലൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ റെയിൻ വാട്ടർ വന്ന് അതിലേക്ക് താഴേക്ക് വീഴുമ്പോൾ ആ കേവിൻ്റെ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ്, ഈ ഒരു സിക്സാഗ് പോലെയാണ്. അപ്പോൾ ഈ റെയിൻ വാട്ടർ താഴത്തേക്ക് വീഴുമ്പോൾ സ്പ്രിംഗ്ലർ ചെയ്താൽ വീഴുന്നത്. അപ്പോൾ അങ്ങനെ വീഴുമ്പോൾ അത്രയും ഡീപ്പിലാണെങ്കിലും ഓക്സിജൻ അവിടെ ജനറേറ്റ് ആവും. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ പോലെ സുഭാഷിന് ഒരു ദൈവാനുഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് മഴവെള്ളം അല്ലെങ്കിൽ റെയിൻ വാട്ടർ എന്ന് പറഞ്ഞാൽ സുഭാഷിൻ്റെ ജീവനോളം തന്നെ വിലയുണ്ട്. ഓക്കെ, ഓൾറൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങളുടെ റോളായിരുന്നു ആക്ച്വലി ആരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഓക്കെ, ഓൾറൈറ്റ്. അപ്പം ആ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി മൈൻഡ് കൺട്രോൾഡ് ആയിട്ട് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്തു അല്ലേ? അപ്പോൾ ആ ഒരു മൂമെൻറ്റ് ഇവർ വന്ന് ഈ ഒരു ഇത്ര ഫ്രസ്ട്രേഷനിൽ വന്ന് പറയുമ്പോൾ, ടെൻഷനിൽ പറയുമ്പോൾ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ ഡിഫിക്കൽട്ടായിരുന്നു ആ ഒരു ടൈം. ലൈക്ക് ഹൗ ഡിഡ് യു ഹാൻഡിൽ യുവർ സെൽഫ്? എങ്ങനെയാണ് ആ ഒരു മൊത്തം ഇത്ര നെർവസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തത്? അല്ല, ആദ്യം ഇവർ വന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു തമാശ രൂപയിലാണ് എടുത്തത്. അതുപോലെ അവിടെ അവനെ വിളിച്ചിരിക്കണേയിരിക്കുള്ളൂ. സുഭാഷിന് അങ്ങനെ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് വിളിച്ചിരിക്കുന്നില്ല. പിന്നെയാണ് ഇതിൻ്റെ കാര്യത്തിൻ്റെ ഗൗരവം എനിക്ക് മനസ്സിലായത്. പിന്നെ ഞാനൊരു ഡ്രൈവറും കൂടിയാണ്. അപ്പോൾ എൻ്റെ ഒരു ഉത്തരവാദിത്വമാണ് ഇവരെ എങ്ങനെയാണ് അവിടെ നിന്ന് കൊണ്ടുവന്നത്, അതുപോലെ തന്നെ തിരിച്ചെത്തിക്കണമെന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ്.
അപ്പോൾ 2 ദിവസം ശരിക്കും ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഉറങ്ങിയിട്ടില്ല ഞാൻ. എന്ന് വെച്ചാൽ ആ ഒരു ഞാൻ ഇതുവരെ ഒരു ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടില്ല കേട്ടോ ഈ ഒരു കാര്യം. ആ ഒരു കാര്യം ഞാൻ ഇതിനകത്ത് ഇപ്പോൾ പറയാം. എന്ന് വെച്ചാൽ ഞങ്ങളവിടെ നിന്ന് ഈ സുഭാഷിനെ രക്ഷിച്ച് തിരിച്ച് പോരുന്ന വഴി 44 ഹെയർ പിന്നുണ്ട് കൊടൈക്കനാലിൽ. ആ 44 ഹെയർ പിന്നും കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി ഇങ്ങനെ വന്ന് ഞങ്ങളൊരു കുറച്ച് നേരം ഭക്ഷണം കഴിക്കാനുള്ളൊരു ആ സമയത്തൊക്കെ സുഭാഷ് ഭയങ്കര വേദനയാണ്. സുഭാഷിന് അനങ്ങാൻ പറ്റുന്നില്ല. ഇങ്ങനെ വണ്ടി ഒരേ കട്ടറയാടുമ്പോഴൊക്കെ സുഭാഷ് ഭയങ്കര കരച്ചിലായിരുന്നു. ചേട്ടാ ഒന്ന് പയ്യെ പോയിട്ട് അനക്കാൻ പറ്റണില്ല ഏട്ടാ, ഒട്ടും പറ്റണില്ല ഏട്ടാ എന്നൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഈ സിജുവിനും ഉണ്ടായിരുന്നു കുറച്ച് പരിക്കുകൾ, സിജുവിനും അതെ. പിന്നെ ഇവരൊക്കെ എല്ലാവരും ഭയങ്കര ക്ഷീണത്തിൽ, കുറേ പേര് ഉറക്കത്തിലായിരുന്നു, ചെറിയ ഉറക്കത്തിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഈ പാലക്കാട് തൃശ്ശൂർ റൂട്ടിൽ ഞാനിങ്ങനെ വണ്ടി ഓടിച്ചിന്. അപ്പം എല്ലാവരും നമ്മൾ ഈ സുഭാഷ് എന്ന് പറഞ്ഞ ഒരു ഉറങ്ങുമെന്ന് പറയാൻ പറ്റില്ല, ഒരു വേദനയുടെ ആ മയക്കത്തിൽ ഇതായി പോയിരിക്കണതാണ്. അപ്പം എൻ്റെ വണ്ടി ഒന്ന് കയ്യിൽ നിന്ന് പോയായിരുന്നു ആ ഒരു പ്രാവശ്യം. അത് കഴിഞ്ഞ് ആ വണ്ടി ഒന്ന് കയ്യിൽ നിന്ന് പോയി. അത് കഴിഞ്ഞ് പിന്നെ പോയി തൃശ്ശൂരും കഴിഞ്ഞ് അങ്കമാലി എത്താറായപ്പോഴും പിന്നെ ഒന്ന് അതൊരു കയ്യിൽ നിന്ന് പോക്കൊരു ഭയങ്കര. ഇപ്പം ഈ അബി ഇല്ല കൂട്ടത്തിലില്ല, അബിയാണ് എന്നോട് പറഞ്ഞു പ്രസാദേ നോക്ക് പ്രസാദേ എന്ന് പറഞ്ഞു. അവർ ഭയങ്കര സിറ്റുവേഷൻ ആയിരുന്നു ആ ഒരു അങ്കമാലി വെച്ച് പോയത്. അത് ആ സംഭവം ഇപ്പം നടക്കുകയായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു സിനിമയും ആകൂല, ഇപ്പം ഞങ്ങളിവിടെ ഇരിക്കുമില്ല, ഇതിൽ നിന്നൊരു 3-4 ഒരു പടമായിട്ട് ഭിത്തിയും വരുന്നേനെ. ആ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. പക്ഷേ എൻ്റെ ഒരു എന്തോ ദൈവത്തിന് സുഭാഷ് പറഞ്ഞോണ്ട് നമ്മൾ ദൈവത്തിനേക്ക് ആ സമയത്ത് വിളിച്ച് എന്നുള്ളതുകൊണ്ട് പിന്നെ സങ്കടമാണ്, എല്ലാവർക്കും ഭയങ്കര സങ്കടവും പേടിയും എല്ലാം ഒരു മനസ്സിൽ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഓടിച്ചിവിടെ എത്തി. ദൈവം സഹായിച്ച് ഭംഗിയായിട്ട് ഇവിടെ എത്തി ഞങ്ങൾ. അത് ഞാൻ പറഞ്ഞു, ഒരു ഡ്രൈവറിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ അവരെടുത്ത് സേഫായിട്ട് അവരെത്തിക്കാം. അത് പരമാവധി വെച്ചാൽ തലേദിവസം രാത്രി ഞങ്ങളാണ് 7 മണിക്കാണ് പോകുന്നത്. അവിടെ ചെല്ലണത് നേരം വെളുത്താൻ ഉറങ്ങിയിട്ടില്ല. പിന്നെ ഇവിടെ എല്ലാം കണ്ടെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരമായപ്പോഴാണ് പിന്നെ ഈ സംഭവം നടക്കുക. അന്നും രാത്രി ഉറങ്ങിയിട്ടില്ല, രാത്രി തന്നെയാണ് കണ്ടിന്യൂ ആയിട്ടാണ് ഞാനിങ്ങനെ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അറിയാലോ, നമുക്ക് 1 നേരം 2 നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അറിയാലോ. കാരണം ഇത്രയും ഡ്രൈവ് ചെയ്ത് പോരണ്ടേ. നല്ല ദിവസം അയച്ച് ഒന്നുമില്ലാതെ ഞങ്ങളിപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കണം. ഇത്ര മൂവി ഇപ്പോൾ ലോകം മുഴുവനും മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം ഞങ്ങളിപ്പോൾ ഞങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത്ര മലയാളികളല്ല, തമിഴ് എല്ലാവരും നമ്മളെ അത്രയേറെ കണ്ടിതായിട്ട്. ആൻഡ് നമ്മളിപ്പോൾ പറയില്ലേ സിനിമയിൽ നിങ്ങൾ ആ ഒരു വാട്ടറുടെ അവിടെ എല്ലാവരും വാട്ടർ പോവാതിരിക്കാൻ, റെയിൻ വാട്ടർ പോവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. ബട്ട് ആക്ച്വലി അതായിരുന്നില്ലേ ഒരു ഹെൽപ്പ് അല്ലേ? അപ്പോൾ അത് എപ്പോഴാണ് നിങ്ങൾ അറിഞ്ഞത്? ലൈക്ക് റെയിൻ വാട്ടർ പോയ കാരണമാണ് ആക്ച്വലി അവിടെ ഓക്സിജൻ. റെയിൻ വാട്ടർ പോയ കാര്യം എന്ന് പറഞ്ഞാൽ അത് കല്ല് വീണ് മെയിനായിട്ട്. അപ്പോഴാണ് പിന്നെ ഇനിയിപ്പോൾ കല്ല് വല്ലതും വീണ് കഴിഞ്ഞ് അതിൽ നിന്ന് വല്ലതും പരിക്ക് പറ്റി ഇനി പിന്നെയും പോയാലാ. അത് കാരണം അത് അത്രക്ക് താഴ്ത്തുന്ന കുഴി, നമ്മുടെ താഴ്ത്ത പ്രദേശമാണ്. അപ്പോൾ എല്ലാ വെള്ളവും കൂടി ഈ സെയിം കുഴിയിലാണ് വന്ന് വീണത്. വെള്ളം എന്തായാലും വാട്ടർ പോവും. അപ്പോൾ കല്ലിന് വേണ്ടി നമ്മൾ കല്ലും പല പല സാധനങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയാണ് കിടന്നത്. പോലീസുകാർ ഇതൊന്നല്ല സിനിമയെ കാണിക്കണ പോലെ ഒന്നല്ല, അതിനെക്കാട്ടും ഭയങ്കര ചിലവർ ഞങ്ങളെ അത്രക്ക് വിഷമിപ്പിച്ചാണ്. എന്നുവെച്ചാൽ നമ്മളെ പന്ന വഴിക്ക് തന്നെ സിനിമയെ കാണിക്കുമ്പോൾ തന്നെ അവിടെ നിർത്തി അവർ മദ്യം മേടിച്ച്, സിഗരറ്റ് മേടിച്ച്, ഇതൊക്കെ എല്ലാം മേടിച്ച കാര്യം. ടോർച്ച് മേടിച്ച്, കയറ് മേടിച്ച്, ഇതൊക്കെ സെയിം സാധനമാണ്. ഇതൊക്കെ ഇല്ലാണ്ടല്ല ഫയർഫോഴ്സ് വിളിച്ച് അവരുടെ അടുത്ത് എല്ലാം ഉള്ളത്. അത് ഞാൻ അവിടെ നിന്ന് ഒരാളാണ് വന്നത്. ഇവൻ്റെ വിളി കേട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു അവൻ ആള് ജീവിച്ചിരിപ്പുണ്ട് സാറേ, എത്രയും പെട്ടെന്ന് രക്ഷിക്കാൻ പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞ ഞങ്ങൾ വന്ന് നോക്കട്ടെ എന്ന് വെച്ചാൽ അവിടെ നിന്ന് 6 കിലോമീറ്റർ ഉണ്ട്. പ്രസാദേട്ടൻ അത്രയ്ക്ക് മഴയായിരുന്നു. അപ്പം മഴയത്ത് പുള്ളി വണ്ടി ഓടിച്ച് അവിടെ ചെന്ന് ഇയാൾ വന്ന് ഈ സംഭവം കണ്ട് ഇവൻ്റെ ശബ്ദം കേട്ടിട്ട് പുള്ളി പോയി വിളിച്ചിട്ടാണ് ബാക്കി ടീം തന്നെ. അപ്പം അത്രയ്ക്ക് സമയം പോണേ. ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവനെ എടുത്തു കഴിഞ്ഞ് തിരിച്ചുകൊണ്ട് പോയിട്ടും ഈ ഫോറസ്റ്റ് ഓഫീസിൽ പോയിട്ട് അത് കാണിച്ചിട്ടില്ല സിനിമയിൽ. അവരുടെ റെസ്പോൺസ് എന്തായിരുന്നു? ഇവനെ അങ്ങോട്ട് പോകാൻ പാടാത്ത സ്ഥലത്തോട്ട് നിങ്ങൾ പോയി ഇവരെ തള്ളിയിടുന്നാണ് പറയണം. അതാണ് മെയിൻ. നമുക്കൊന്നും തിരിച്ചു പറയാനൊന്നുമില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയാനുണ്ട്, പക്ഷേ ഞങ്ങളാരും കണ്ടിട്ടില്ല. എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അത് കേട്ടിട്ടില്ല കണ്ടിട്ടില്ല അല്ലേ ചേട്ടാ. പിന്നെ ഞങ്ങളെ സുധി 2 പ്രാവശ്യത്തിന് മുമ്പ് പോയിട്ടുണ്ട്. സുധി പറഞ്ഞു നല്ല കാണണമെങ്കിൽ കൊടൈക്കനെ ഗുണ തന്നെ കാണുമെന്ന് പറഞ്ഞു. അതായത് ഗുണ എന്നെങ്കിൽ നല്ല രസവുമാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു വേറൊരു വൈബാണ് അതിൻ്റെ ഉള്ളിട്ട് പോകുമ്പോൾ. നല്ല മറ്റേ ഇത് പാറക്കെട്ടിൻ്റെ ഉള്ളിൽ കൂടി ആ ഒരു നല്ല രസമാണ്. നേച്ചറുടെ ബ്യൂട്ടി ഉണ്ട് അവിടെ. കാണാൻ പറ്റില്ല കുറച്ച് പോയപ്പോൾ.
ജിൻസിന് കൊടുക്കാം. ഇപ്പൊ ഇത്ര റെസ്പോൺസ് ഒക്കെ കിട്ടുന്നുണ്ടല്ലോ എല്ലാം ഫിലിം മേക്കേഴ്സും എല്ലാവരും. ഞാൻ സ്റ്റേറ്റസ് ഒക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര റിവ്യൂ ആണ് സിനിമയുടെ കുറിച്ച്. അപ്പൊ ഈ റെസ്പോൺസ് ഒക്കെ വരുമ്പോ ഭയങ്കര ഹാപ്പിനെസ് തോന്നാറുണ്ടോ? തീർച്ചയായിട്ടും, അത് പറയേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ഇതിപ്പോ ഇന്നൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ന് കുസാറ്റിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ശരിക്കും എല്ലാ ദിവസവും അതിലൂടെയാണ് ജോലിക്ക് പോണത് ഞാൻ. എല്ലാ ദിവസവും ആരും തിരിച്ചറിയില്ല. അപ്പൊ ഇന്ന് വിചാരിച്ചുള്ള ആ ഓഡിറ്റോറിയത്തിന്റെ അകത്തൊക്കെ കയറാൻ പറ്റുമെന്ന്. അപ്പോൾ ഞങ്ങൾ സ്റ്റേജിൽ തന്നെ കയറേണ്ടി ഇന്ന് അതിനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അതുപോലെ തന്നെയാണ് എല്ലാ സ്ഥലത്തും എല്ലാവരും സുഭാഷിനെ കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായി, വേറെ ഒന്നുമില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഇപ്പൊ എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോഴും ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്. ഇപ്പൊ ഞാൻ മാരേജ് ചെയ്തേക്കുന്നത് കണ്ണൂർ നിന്നാണ്. അവിടെയും ഫേമസ് ആയി. ഇപ്പൊ ഓരോന്നൊക്കെ മറ്റേ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ഞങ്ങൾ കോഴിക്കോട് പോയായിരുന്നു ഞായറാഴ്ച. കോഴിക്കോട് പോകണ വഴിക്ക് ഞങ്ങൾ തൃശ്ശൂര് വാടാനപ്പള്ളി എത്തുന്നതിന് മുമ്പ് ഒരു സ്ഥലത്ത് ജസ്റ്റ് വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തി ഇറങ്ങി. അവിടെ ഒരു പറമ്പാണ് റോഡിൻ്റെ അടുത്തുള്ള. ആ പറമ്പിൽ നിന്നപ്പോൾ ഒരു ചെറിയ പയ്യൻ അവൻ ഓടിങ് വന്നേ, +2 പഠിക്കണം. ഓടിക്കതിച്ച് വന്നേക്കണ, ചേട്ടാ നിങ്ങളല്ലേ റിയൽ ഹീറോസ്, എനിക്കൊരു ഫോട്ടോ എടുക്കണമല്ല. അവൻ നിന്ന് അടച്ചുകൊണ്ടേയിരിക്കണ ഇങ്ങനെ. എന്നിട്ട് അവൻ്റെ ആദിൽ എന്നാണ് അവൻ്റെ പേര്, ആദിൽ. ഞങ്ങൾ എന്നിട്ട് അവൻ്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുത്ത്. അപ്പോൾ അവൻ്റെ ബസ് മിസ്സായി. അപ്പോൾ എവിടെ പോകേണ്ടതെന്ന് വെച്ചപ്പോൾ വാടാനപ്പള്ളിയാണ്. അവനെ ഞങ്ങളുടെ വണ്ടിയിൽ കയറ്റി വാടാനപ്പള്ളി കൊണ്ട് ഇറക്കി ഒരു ഫേസ്ബുക്ക് ലൈവും കൊടുത്തു. ബസ്സിൽ നിർത്തി ഇറങ്ങിയതാണ് അവന് ഞങ്ങൾ കണ്ടിട്ട്. ഒരു ഗ്ലോബൽ ലെവലിൽ എത്താൻ പറ്റിയ ഒരു സിനിമയാണ് ആക്ച്വലി സ്റ്റോറി. സ്റ്റാർസ് ഇപ്പൊ ഇന്റർവ്യൂ ഭയങ്കര നോർമൽ ആയില്ലേ ഇന്റർവ്യൂസ് ഒക്കെ. ഇന്റർവ്യൂറിന് ഇപ്പൊ ജോലിയോന്ന് അറിയാൻ പാടില്ല. ഞാൻ ആക്ച്വലി സിനിമ കണ്ട സമയത്ത് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ അമ്മയുടെ കുറിച്ചാണ്. ഭയങ്കര ഒരു സ്ട്രോങ് ലേഡി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്ട്രോങ് ലേഡിയാണ് എൻ്റെ അമ്മ. അതായത് എൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ അനിയന് 18 ദിവസമാണ് പ്രായം. ആ സ്റ്റേജിൽ നിന്ന് എനിക്കൊന്നൊരു 5-5.5 വയസ്സുണ്ടാവും. ആ പ്രായത്തിൽ നിന്ന് ഞങ്ങൾ ഇത്രയും വലിയ സ്റ്റേജിലേക്ക് വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ സ്ട്രോങ് ആവാതെ പറ്റില്ല. നമ്മുടെ സമൂഹം ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെയൊക്കെ തരണം ചെയ്ത് നമ്മളെ വളർത്തി വലുതാക്കണമെങ്കിൽ സ്ട്രോങ് ആവാതെ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. മൈ മമ്മി ഈസ് സ്ട്രോങ്. അതെ, ഒരു റൗണ്ട് ഓഫ് അപ്ലോസ്. അമ്മയായിട്ട് ഏറ്റവും അറ്റാച്ച്ഡ് ആയിരിക്കില്ലേ? കാരണം എപ്പോഴും ആൺകുട്ടികളാണ് അമ്മയായിട്ട് ഏറ്റവും അറ്റാച്ച്ഡും. അതൊന്നുമില്ല, ഇടക്ക് തല്ലുകൊടുത്തൊക്കെ ഉണ്ടാവും, അതൊക്കെ ഉണ്ട്. പക്ഷെ ആ സ്നേഹം നമ്മൾ മനസ്സിലുണ്ടാവും. വീട്ടിലെന്തെങ്കിലും പറയുമ്പോൾ ഇടക്ക് നമ്മളും ഇടക്ക് തല്ലുകൊടുത്തും തല്ലുകൊടുത്തും അങ്ങനെയല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഫിലിമിലെ കാണിക്കുന്ന ബാസി അമ്മയുടെ അടുത്ത് എന്നിട്ട് നിൽക്കുന്ന സീനൊക്കെ ഉണ്ട്. ടൂർ പോകാൻ പൈസ ചോദിക്കുന്ന സീൻ. അതൊക്കെ സുഭാഷിന്റെ വീട്ടിൽ നടക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരു സീൻ കൂടി ഉണ്ട്. ലൈക്ക് ചെറുതിന്റെ ബെൽറ്റ് എടുത്തുകൊണ്ട് പോകുമ്പോ അവൻ കണ്ടോട്ടെ. എന്താ പറയേണ്ടത്, എന്റെ ബെൽറ്റ് ഉണ്ടായിരുന്നു. എന്റെ ചേട്ടായി രക്ഷോട്ടെന്നാണ്, ചേട്ടായി എന്ന് വിളിക്കുള്ളായിരുന്നു പണ്ട്. ചേട്ടായി. പിന്നെ എനിക്കൊരു ബ്രില്യൻസ് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞ സിനിമയിൽ നിങ്ങളുടെ ഫ്ലാഷ് ബാക്ക് ആയിട്ട് കറന്റ് സിറ്റുവേഷൻ കണക്ട് ചെയ്തു. അതും ഭയങ്കര ഒരു നല്ലൊരു ഐഡിയ ആയിരുന്നു അത്. അപ്പോൾ ഈ പെരിയാർ അവിടെ നിങ്ങൾ സ്വിം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ഒരുമിച്ച് പോകാറുണ്ടോ? പെരിയാർ അതിൽ ആ സോങ്ങിൽ ശരിക്കും പറയുന്നുണ്ട് പെരിയാറിൻ്റെ അവസ്ഥ. കാരണം ഞങ്ങളുടെ ചെറുപ്പത്തിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത് പൈപ്പുകളൊന്നുമില്ല, ഞങ്ങൾ കുളിക്കണതൊക്കെ പുഴയെ പോയാണ്. അതൊരു രസമായിരുന്നു. കാരണം അത് ഏറ്റവും നല്ലൊരു വ്യായാമമാണ് നമുക്ക് നീന്തൽ. കാരണം ആ ഒരു ആരോഗ്യമാണ് അന്ന് ആ സുഭാഷിന് ശരിക്കും പറഞ്ഞാൽ ഇതുണ്ടായിരുന്നു. കാരണം എല്ലാ ദിവസവും പോയി നീന്തും. അത് ഒരു രാജ്യമല്ല, ഏതൊരു പുഴയിൽ പോയി നീന്തലായിരുന്നു. ആ സ്വിമ്മിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ മസിൽസും എല്ലാം നല്ല വർക്ക് ചെയ്യുന്ന ഒരു ഏറ്റവും നല്ല വ്യായാമമാണ് ശരിക്കും പറഞ്ഞാൽ സ്വിമ്മിങ്. അതുകൊണ്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ശരിക്കും ആ ഒരു ഇതിന് സുഭാഷിനെ. ഇപ്പോൾ പെരിയാറിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. കാരണം
ആർക്കും പുഴയിൽ ഇറങ്ങി കുളിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്ര മലിനമാണ് ശരിക്കും. നമുക്ക് ഇപ്പോൾ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ, ഇപ്പോൾ പെരിയാറിൽ വെള്ളത്തിൽ ഒരാൾക്ക് പോലും കുളിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം അവിടുത്തെ ഫാക്ടറിയിൽ മൊത്തം വെള്ളം വിട്ട് പെരിയാർ മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനും ഇപ്പോൾ അതിർത്തുനിന്ന് ഒരു ശരിക്കും ഒരു ഇതുണ്ടാവണം. പെരിയാറിനെയൊക്കെ സംരക്ഷിക്കേണ്ട അത്യാവശ്യമാണ് ശരിക്കും പറഞ്ഞാൽ. റിക്വസ്റ്റ് ഉണ്ട് നിങ്ങളുടെ ഭാഗത്തിന്. ഓക്കെ, വ്യക്തമായിട്ട് പിന്നെ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് മെമ്മറിയിൽ അത് ഭയങ്കര ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. കൊറേ എനിക്ക് തോന്നുന്നു മൊത്തം ഒരു റിയാലിറ്റി ഫ്ലാഷ് ബാക്ക് 5% എന്തായിരുന്നു റിയാലിറ്റി അത് നമ്മള് ഓഡിയൻസ് മനസ്സിലാക്കണം അല്ലേ. ഒക്കെ സസ്പെൻസ്, ചിലതൊക്കെ കുറച്ചൊന്ന് പേഴ്സണൽ ആക്കി വെച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, പിന്നെ വലിയ വലിയ മൂവി സ്റ്റാർസ് ഒക്കെ അവരുടെ ഒപ്പീനിയൻസ് ഈ സിനിമയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കമൽ ഹാസൻ സർ ആക്ടേഴ്സിനെ കണ്ടു. നിങ്ങൾക്ക് ആ ന്യൂസ് ഒക്കെ നിങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ വലിയ വലിയ ആക്ടേഴ്സ് നിങ്ങളുടെ ഈ ഒരു മൂവി കുറിച്ച് പറയുമ്പോൾ, റിവ്യൂസ് തരുമ്പോൾ, അല്ലെങ്കിൽ പെർഫോമൻസിന്റെ കുറിച്ചൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബ്രേവറിയുടെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഞങ്ങളൊരു വീഡിയോ കണ്ട് ഇവിടെ നമ്മുടെ ചാക്കോച്ചൻ ഒറിജിനൽ ബോയ്സിനെ കണ്ടു കഴിഞ്ഞാൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മായിരുന്നു. അതിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങളെല്ലാരും അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ റിയൽ സ്റ്റാർസ് അവര് കമൽ സാറിനെ പോയി മീറ്റ് ചെയ്തു. അത് ചിതുവിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ സിനിമ. അത് ചിതുവിനെ അറിയാമായിരുന്നു ഈ സിനിമ ഇറങ്ങിയ ഓൾറെഡി അത് സാറിന്റെ അടുത്ത് എത്തും എന്നുള്ളത്. കമൽഹാസൻ സാർ നിങ്ങളുടെ ഒക്കെ ഭയങ്കര ആ സമയത്ത് ഒരു ഹീറോ ആണ്. ഞങ്ങളുടെ എല്ലാവരുടെയും ആ ഒരു ഇൻസ്പിറേഷൻ ഒക്കെ കൊണ്ടാണ് ഞങ്ങൾ ഗുണയിൽ പോയത്. അപ്പോൾ അത് ചിതുവിന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ചിതു ഈ സിനിമ തുടങ്ങണേക്ക് മുമ്പ് തന്നെ ഈ പാട്ട് അതിനകത്ത് ഗുണ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ ഈ പാട്ട്. അപ്പോൾ ഈ പാട്ട് നമ്മുടെ സിനിമയിൽ എവിടെയെങ്കിലും പ്ലേസ് ചെയ്തെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും ഈ സോങ് സിനിമയിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചിതു പറയുമ്പോൾ അത് സസ്പെൻസ് ആണ്. അത് അപ്പൊ ചിതു പറയും അത് സസ്പെൻസ് ആണ്, അതുണ്ട്, അത് വരും എന്നൊക്കെ. അപ്പൊ ഞങ്ങൾക്ക് അറിയില്ലല്ലോ ഇത് ചിതു ഏത് രീതിയിലാണ് ഇത് പ്രസന്റ് ചെയ്തേക്കണം ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ ഫസ്റ്റ് ഡേ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ഒരു സസ്പെൻസ്, ഈ ഒരു കറക്റ്റ് ആയിട്ട് ആ സോങ് പ്ലേസ് ചെയ്ത്. നിങ്ങൾക്കും കാണാൻ ആഗ്രഹം ഉണ്ടാവില്ലേ കമൽ സാറിന്? തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കും. ഇപ്പൊ നേരത്തെ കുട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഞങ്ങൾക്ക് നേരത്തെ ചോദിച്ച പോലെ പുഴയിലൊന്നും കുളിക്കാൻ പോകാൻ പറ്റില്ല ഇപ്പൊ. കാരണം പുഴയിൽ ഇറങ്ങാൻ പറ്റില്ല. നിങ്ങളെല്ലാവരും കൂടി അതിനു വേണ്ടി എന്തായാലും നിങ്ങൾ ഒരു സോഷ്യൽ ഫേസ് ആയി ഇപ്പോ. അപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറെ കാര്യങ്ങളിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ വോയിസസ് ഇപ്പൊ ആൾക്കാർ കേൾക്കും. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിലൊക്കെ എത്രമാത്രം ആക്റ്റീവ് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത്ര വലിയ ആക്റ്റീവ് ഒന്നുമില്ല. ഇപ്പൊ സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇനി മാനേജേഴ്സിന് വെക്കണം അല്ലേ? മാനേജർ ഇപ്പൊ പെരിയാർ റിവറുടെ കൺസേൺ പറഞ്ഞു. അപ്പോൾ സൊസൈറ്റിയിൽ നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ റെയിൻ വാട്ടർ ഈ ഒരു സംഭവത്തിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് സൊസൈറ്റിയിൽ നമുക്ക് കാര്യങ്ങൾ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുക? ഇപ്പൊ ഈ ഞങ്ങളിവിടെ വിളിച്ചത് ഇപ്പൊ ഈ സിനിമ കണ്ടിട്ട് ഇതൊരു റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതിൻ്റെ ഒരു MD ആണ് ഞങ്ങളെ വിളിച്ച് ഈ ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്തത്. അപ്പോൾ പുള്ളിക്ക് ആ സിനിമയിൽ കണക്ട് ചെയ്ത്, പുള്ളി ആ ഫീൽഡിലായതുകൊണ്ടായിരിക്കണം പുള്ളിക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്തത് ഈ റെയിൻ വാട്ടറിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് അതിനകത്ത് ആ സിനിമയിൽ. അതായത് നമ്മളുടെ ഒരു കൂട്ടുകാരൻ്റെ ജീവൻ്റെ അത്രയും വിലയുണ്ട് റെയിൻ വാട്ടറിന്. അപ്പോൾ പുള്ളി ചെയ്യുന്നത് ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആണ് ഇപ്പോൾ. അപ്പോൾ നേരത്തെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ പെരിയാറിൽ വെള്ളമില്ല. നേരത്തെ നമ്മളുടെ വീടൊക്കെ പെരിയാറിൻ്റെ തീരത്ത് തന്നെയായിരുന്നു. അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന വെള്ളത്തിൻ്റെ ക്വാളിറ്റി ഒന്നുമല്ല ഇന്ന് നമുക്ക് കിണറുകളിലും കാര്യങ്ങളും കിട്ടും. അപ്പോൾ അതിനൊക്കെ ഏറ്റവും നല്ല പരിഹാരം, അല്ലെങ്കിൽ ഇനി വരുന്ന തലമുറക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന റെയിൻ വാട്ടറൊക്കെ ഹാർവെസ്റ്റ് ചെയ്ത് വരുന്ന തലമുറക്ക് വേണ്ടിയിട്ട് നല്ലൊരു എന്താ പറയുക വെള്ളത്തിൻ്റെ സോഴ്സ് ഉണ്ടാക്കി കൊടുക്കാം. അതിനുവേണ്ടി ഒരു പരിശ്രമം നടത്താം. ഈ പറഞ്ഞ പോലെ ഈ മഞ്ഞുമൽ ബോയ്സ്
ഈ അതിൻ്റെ ഒരു പാർട്ടാവാനും കൂടി എല്ലാവരുടെ അടുത്തും പറയുകയാണ്. ഇപ്പൊ ഈ ഒരു സംഭവം ഏറ്റവും പെരിയാറിന്റെ ഏറ്റവും തീരത്തും മഴവെള്ളം സ്വന്തം ജീവന്റെ വിലയുണ്ട്. അതന്നെ മഴവെള്ളത്തിന് അത് ആ വെള്ളം വന്ന കാരണമാണ് അവിടെ ഓക്സിജൻ ഉണ്ടായത്. അതിനെ കുറിച്ച് ഒരു അവയർനെസ് വരുന്നത് ശരിക്കും നമ്മുടെ ലൈഫിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നടക്കുമ്പോഴാണ് നമ്മൾ കുറച്ചുകൂടി ഡെപ്ത് ആയിട്ട് കാര്യങ്ങൾ അറിയണത്. സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ ഈ പെരിയാർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ചൈൽഡ്ഹുഡിന്റെ ഒരു മേജർ പാർട്ടാണ്. ഇന്നിപ്പോൾ അതിന്റെ കണ്ടീഷൻ ഇങ്ങനെ കാണുമ്പോഴാണ് നിങ്ങൾക്കിപ്പോൾ തോന്നുന്നത് എന്തെങ്കിലുമൊക്കെ അതിന് വേണ്ടി ഒരു റിക്വസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് കൊണ്ടുവരണം, ആ ഒരു മൈൻഡ് സെറ്റ് വരുന്നത്. അതന്നെ. ഇപ്പോൾ ഈ പെരിയാർ റിവർ ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ആ വിഷമം സ്വിം ചെയ്യാൻ പറ്റുന്നില്ല? അത് അങ്ങനെ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം വരുന്ന തലമുറകളൊന്നും ഈ പൂളിലൊക്കെ പോയിട്ട് സ്വിമ്മിങ് പഠിക്കേണ്ട അവസ്ഥയാണ്. അവർക്ക് ഒരു അങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ നമുക്കൊരു പുഴയിലോ എവിടെയൊന്നും പോയിട്ട് നമുക്ക് പ്രതിരോധിക്കാൻ പറ്റില്ല. കാരണം അവിടെ വെള്ളം നിരപ്പായി കിടക്കണം. നമ്മളൊക്കെ ഒഴുക്കിനെതിരെ നീന്തി പഠിച്ചേക്കണാണ്. നമുക്ക് എവിടെയും പിടിച്ചു നിൽക്കാൻ പറ്റും. പിന്നെ പണ്ട് നമ്മുടെ നാട്ടിൽ വലിയ വലിയ മാവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മളായിട്ട് നമ്മുടെ കാരണന്മാരായിട്ടില്ല, അവർ മുത്തച്ഛന്മാരായിട്ട് വെച്ചതാ. അത് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി അവർ കരുതി വെച്ചേക്കാണ്. വരും തലമുറകൾക്ക് വേണ്ടി വെള്ളം കാത്ത് സൂക്ഷിക്കേണ്ടത് നമ്മളാണ്. അതിന് ഇതുപോലെ റീചാർജ് ചെയ്ത് വെക്കണം. അടുത്ത തലമുറയ്ക്ക് വെള്ളം വേണ്ടേ? വേണ്ടേ? ഈ മലിനമായ ജലാശയത്തിൽ നിന്നുള്ള വെള്ളം കിട്ടിയിട്ട് കാര്യമില്ല. ഇവിടെ കിണർ കുത്തുമ്പോൾ വെള്ളം കിട്ടണ്ടേ? കുറേയൊക്കെ ഇവിടെ കമ്പനികൾ കൊണ്ടുപോയി, കൊക്കക്കോളയും പെപ്സിയൊക്കെ കുറേ കൊണ്ടുപോയി. ബാക്കിയുള്ളതിൻ്റെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ വെക്കാത്ത സൂക്ഷിക്കണ്ടേ? നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇതിനെ കുറിച്ചൊക്കെ സംസാരിക്കണം. ആ ഒരു അവയർനെസ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാവർക്കും നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ഒരു താല്പര്യം ഉണ്ടാവും. എസ്പെഷ്യലി നമ്മൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ അല്ലേ ഇതൊക്കെ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ വെള്ളം എന്ന് പറയണത് ഒരു എല്ലാ മനുഷ്യർക്കും അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ്. ഈ വായു, വെള്ളം. നമ്മൾ ഈ ഭൂമിയിലുള്ള വെള്ളങ്ങൾ മുഴുവൻ ഇപ്പോൾ വറ്റി വരണ്ട് കിണറിലൊന്നും വെള്ളമില്ല. ആ ഒരു അവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഹാർവെസ്റ്റിങ് നല്ലൊരു എല്ലാവരും ചെയ്യേണ്ട ഒരു, എല്ലാ വീട്ടിലും ചെയ്യേണ്ട ഒരു അത്യാവശ്യം ചെയ്യേണ്ട ഒരു സംഭവമാണ് അത്. എനിക്ക് ഞാനൊരു പ്ലംബറാണ്. കാണാറുണ്ട്. അതായത് ഈ സാധാരണ ഈ റൂഫ് ടോപ്പിൽ നിന്നൊക്കെ വെള്ളം കളക്ട് ചെയ്തിട്ട് റൂഫ് ടോപ്പിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് നമ്മളെ കിണറോ അല്ലെങ്കിൽ കിണർ റീചാർജ് ചെയ്യുന്ന പരിപാടിയാണത്. കൊണ്ടുപോയിട്ട് കാണിലോട്ട് വിടും. അതായത് ആർക്കും വെള്ളം വേണ്ട. ഒരു പ്രോപ്പർ അവയർനെസ് ആൾക്കാർക്ക് ഇല്ല. അതാണ് മേജർ ആയിട്ടുള്ള ഇഷ്യൂ വരുന്നത്. എല്ലാവരും വെള്ളം കളയുന്നു. വെള്ളം ആർക്കും ആവശ്യമില്ല. ഒരു എത്ര അടിപൊളി ഒരു വീട്, 2 നില വീട് ഒക്കെ പണിതാലും ഏറ്റവും അവസാനം ഈ വെള്ളം മുഴുവൻ നേരെ കാണിലോട്ടാണ്. റെയിൻ വാട്ടർ എല്ലാ വെള്ളവും കാണിലോട്ടാണ്. അവരുടെ ഭൂമിയിലോട്ട് വെള്ളം ഇറങ്ങാൻ ആരും സമ്മതിക്കുന്നില്ല. ശരിക്കും അതൊരു മണ്ടത്തരമാണ്. അതിന്റെ ഒരു ജനറൽ അവയർനെസ് ആൾക്കാർക്ക് ഇല്ലാത്തൊരു റീസൺ ആണ്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അതായത് ഇപ്പം ഈ വെള്ളമൊക്കെ എല്ലാം റോട്ടിലേക്ക് വെക്കുന്നു, റോട്ടിൽ നിന്ന് ഒഴുകി പുഴയിലേക്ക് പോകുന്നു, പുഴയിൽ നിന്ന് ഒഴുകി സമുദ്രത്തിലേക്ക് പോകുന്നു. ഇത് ഇവിടെ ഭൂമിയിൽ ശേഖരിക്കപ്പെടുന്നില്ല. അടുത്ത ഇപ്പം ഇനി വരും തലമുറയ്ക്ക് വെള്ളം വേണമെങ്കിൽ ഇവിടെ നമ്മുടെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വീടൊക്കെ പ്ലാനൊക്കെ പാസ്സാക്കുമ്പോൾ ഇങ്ങനൊരു സംഭവം റെയിൻ വാട്ടർ ശേഖരിച്ച് നമ്മുടെ ഭൂമിയുടെ അടിയിലേക്ക് വിടാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ വീടിന് സാങ്ഷൻ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരും തലമുറയ്ക്ക് ഇവിടെ വെള്ളം ഉണ്ടാവും. അല്ല, നമ്മുടെ അവിടെ ഒന്നും ആ നിയമം ഇല്ലല്ലോ. നമ്മുടെ അവിടെയൊക്കെ ആ നിയമം വരണം. ഓക്കെ, ഷുവറായിട്ട് അങ്ങനത്തെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇനി തൊട്ട് നമ്മുടെ ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞിട്ട് ആൾക്കാർ സീരിയസ് ആയിട്ട് എടുക്കട്ടെ അല്ലേ? ഇതുപോലത്തെ ചെറിയ ചെറിയ സോഷ്യൽ കമ്മിറ്റ്മെന്റ്സ് ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. അത് ആക്ച്വലി എനിക്ക് തോന്നുന്നത് എല്ലാവരും അതാണ് മഞ്ഞുമൽ ബോയ്സ്. അല്ല ഇപ്പൊന്ന് പറഞ്ഞ ഈ സോഷ്യൽ മീഡിയ എല്ലാ കാരണം ആൾക്കാർക്ക് നിങ്ങളുടെ അടുത്ത് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കും അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റാവുന്ന ആൾക്കാരാണ് ശരിക്കും പറഞ്ഞ അല്ലേ? കാരണം നമ്മൾ വെറുതെ ഇവിടെ ഇരുന്നിട്ട് അഡ്വൈസ് ആർക്ക് വേണമെങ്കിൽ കൊടുക്കാം, പക്ഷെ നിങ്ങൾ റിയൽ ലൈഫിൽ അത് ഫേസ് ചെയ്ത് വന്ന ആൾക്കാരാണ്. സോ പീപ്പിൾ ഹാവ് ദാറ്റ് റെസ്പെക്ട്.
ആൾക്കാർക്ക് നിങ്ങളുടെ അടുത്ത് ആ റെസ്പെക്റ്റും ഉണ്ട്. അപ്പോൾ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് കുട്ടേട്ടനൊക്കെ പറഞ്ഞ ആൾക്കാർ എന്തായാലും ചെയ്യും. അത് തന്നെ. ഇപ്പൊ മാർച്ച് 22 വേൾഡ് വാട്ടർ ഡേ ആണ്. അപ്പൊ ഈ വേൾഡ് വാട്ടർ ഡേക്ക് എന്താണ് നമ്മുടെ യൂത്തിനും സൊസൈറ്റിക്ക് ഇൻ ജനറൽ കുട്ടേട്ടന്റെ സൈഡിൽ നിന്ന് ഒരു മെസ്സേജ് കൊടുക്കുന്നത്? എനിക്കിവിടെ വന്നപ്പോൾ സന്തോഷം തോന്നിയ കാര്യം, കാരണം നമുക്ക് ഓരോ ഇൻ്റർവ്യൂവിൽ പോകുമ്പോഴും ഞങ്ങൾക്ക് അന്ന് ആ ഇൻസിഡൻറ്റ് അതിനെപ്പറ്റി മാത്രമേ ചോദിക്കാറുള്ളൂ. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഒരു വെള്ളത്തിൻ്റെ ആ ഒരു മഹത്വം എന്താണെന്നുള്ളത് മനസ്സിലായത്. കാരണം ഒരു ജീവൻ്റെ വിലയാണ് നമുക്ക് വെള്ളത്തിനുള്ളത്. അപ്പോൾ ഇപ്പോൾ മാർച്ച് 22 വേൾഡ് വാട്ടർ ഡേ ആണെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ വെള്ളം ഒട്ടും പാഴാക്കാണ്ട്, ഇപ്പോൾ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ നമുക്ക് വെള്ളം ഡ്രെയിൻ വാട്ടർ വരുന്നുണ്ട്, അതൊന്നും പാഴാക്കാണ്ട് അവിടെ തന്നെ അവർക്ക് തന്നെ ഒരു എന്താ പറയുന്നത് അത് ശേഖരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക. എങ്ങനെ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വെള്ളം സേവ് ചെയ്യുക, അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. നമ്മുടെ ഈ ഒരു ഇന്റർവ്യൂവിൽ മഞ്ഞുമൽ ബോയ്സിന്റെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ അവരുടെ സൊസൈറ്റിയിലുള്ള ധാരണകളും അവർ ഫേസ് ചെയ്ത ഹാർഡ്ഷിപ്സും ട്രബിൾസും എല്ലാം അവർ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് വളരെ ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ആൻഡ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ലൈക്ക് റെയിൻ വാട്ടർ ഇസ് ഈക്വൽ ടു ലൈഫ് എന്നാണ് അവർ പറയുന്നത്. അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് ഇതിനെ കൺസേർവ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്യൂരിറ്റി, അല്ലെങ്കിൽ റിവേഴ്സ് വാട്ടർ അതിനെ പ്യൂരിഫൈ ചെയ്യാനുള്ള കാര്യങ്ങളും ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ആയിട്ട് നമ്മുടെ സൊസൈറ്റിയും നമ്മുടെ യൂത്ത് ഇൻ ജനറൽ അത് ശ്രദ്ധിക്കണം എന്നാണ് നമ്മുടെ ഇന്റർവ്യൂയുടെ മെയിൻ കോറായിട്ട് അവർ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യുന്ന കാര്യം. സോ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ പ്ലീസ് ഡു കോൺടാക്ട് JB റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് കമ്പനി. ആൻഡ് ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ കൂടെ ദ മഞ്ഞുമൽ ബോയ്സ്.